ഉസ്താദ്, എൻ്റെ സുഹൃത്തുക്കളിൽ പലരും മുടി കളർ ചെയ്തുകൊണ്ട് പള്ളിയിൽ വരാറുണ്ട്. ശരിക്കും ഇവരുടെ നിസ്കാരം സ്വഹീഹാവുമോ? മുജീബ് ചോദിച്ചത് മുടി കളർ ചെയ്ത് പള്ളിയിലേക്ക് വരുന്ന ഇന്നത്തെ പുതിയ ചെറുപ്പക്കാരെ കുറിച്ചാണ്. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ഈ ചെറുപ്പക്കാർ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ കണ്ണുരുട്ടി ഒരു ഭീകര മുഖത്തോടെ നോക്കുന്ന ചില കമ്മിറ്റി അംഗങ്ങളും അതുപോലെ ചില പ്രായമുള്ള ആളുകളുമുണ്ട്. 60-70 വയസ്സുള്ള ഈ ആളുകളുടെ ഒരു മുടി പോലും നരച്ചത് മുജീബിന് കാണിച്ചു തരാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഡൈ ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം മുടി കറുപ്പിക്കുന്നതിനെയാണ് വിലക്കിയിട്ടുള്ളത്. മറ്റ് കളറുകൾ ഇസ്ലാമിൽ അനുവദനീയവുമാണ്. മക്കം ഫത്ഹിന്റെ ദിവസം അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായ അബൂ ഖുഹാഫ എന്ന ആളെ കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലെത്തിയ അദ്ദേഹത്തിന്റെ മുടി മുഴുവനും നരച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ മുടിക്ക് നിങ്ങൾ കളർ കൊടുക്കുക, വജ്തനിബുസ്സവാദ്, പക്ഷെ നിങ്ങൾ കറുപ്പ് കളർ കൊടുക്കരുതേ എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഫത്ഹുൽ മുഈൻ അടക്കമുള്ള ഫിഖ്ഹിന്റെ എല്ലാ കിതാബുകളിലും കാണാം മുടിക്ക് മഞ്ഞയോ ചുവപ്പോ ആയ കളറുകൾ കൊടുക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. മറിച്ച് കറുപ്പ് കളർ കൊടുക്കുന്നത് ഹറാമാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒതുവെടുക്കുന്ന സമയത്തും കുളിക്കുന്ന സമയത്തുമൊക്കെ വെള്ളം മുടിയിൽ ചേരുന്നതിന് തടസ്സമാകുന്ന കോട്ടിംഗ് ഉള്ള കളറുകൾ ആവരുത് എന്നതാണ്. അത് വലിയ അപകടമാണ്. കാരണം വെള്ളം ശരീരത്തിൽ ചേരുന്നതിനെ തടയുന്ന വസ്തു അവയവങ്ങളിൽ ഇല്ലാതിരിക്കണം എന്നത് ഒതുവിന്റെയും കുളിയുടെയും ഷർത്താണ്. വെള്ളത്തെ പ്രിവെന്റ് ചെയ്യുന്ന ഡൈ ഉപയോഗിക്കുന്ന ആളുകൾ, കളർ കൊടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വിഷയം, അവർ നിസ്കരിക്കുന്ന എല്ലാ നിസ്കാരങ്ങളും ബാത്തിലാണ്, ഹറാമാണ്. അതിനേക്കാൾ വലിയൊരു അപകടം, പെട്ടെന്നുള്ളൊരു മരണം സംഭവിച്ചാൽ ആ മയ്യത്ത് കുളി സ്വഹീഹാവില്ല. വലിയ അശുദ്ധിക്കാരനായി ഖബറിലേക്ക് പോകേണ്ടി വരും. മാത്രമല്ല മഹ്ശറയിലും അള്ളാഹുവിന്റെ സമക്ഷത്തിലുമൊക്കെ ഒരു ജനാബത്തുകാരനായി, വലിയ അശുദ്ധിക്കാരനായി നിൽക്കേണ്ടി വരും. ഇത് വലിയ അപകടമാണ്. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവമായി മുടിക്ക് ചായം കൊടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം.